ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന എക്സാമിനേഷനാണ്. വരാൻ പോകുന്ന എക്സാമിനേഷൻ എന്ന് പറയുമ്പം ഇതൊരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ 2024 മെയ്യിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മെയ്യിലെ കറണ്ട് അഫയേഴ്സ് ആരൊക്കെ പഠിക്കണം എന്ന് പറയാം. ഇനി LGS എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഇത് ആവശ്യമായിട്ട് വരും. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ, അവർക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഇങ്ങോട്ട് PSCയുടെ സെക്രട്ടേറിയറ്റ് OA എക്സാം വരുന്നുണ്ട്, അതിന് ഇത് ആവശ്യമായിരിക്കും. കേരള ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ക്ലാസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ PSCയുടേതായിട്ടുള്ള ഓരോ എക്സാംസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് 2024 മെയ്യിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. 2025 മെയ്ക്ക് ഉള്ളിൽ അല്ലെങ്കിൽ 2025 ജൂൺ വരെ എക്സാം ഏതൊക്കെയുണ്ടോ അതിനെല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2024 മെയ് കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പത്രം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ മെയ്യിലെ കറണ്ട് അഫയേഴ്സ് ഞാൻ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലൂടെ തരുവാണ്. ജൂണിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്ലി PSC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്യുക. ഫ്രണ്ട്ലി PSCയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂണിലെ കറണ്ട് അഫയേഴ്സ് നാളെ കിട്ടും. ഇന്നല്ല, നാളെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ജൂലൈയിൽ വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൽ വരിക. അങ്ങനെ മാറി മാറിയാണ്. ഒന്ന് ആര്യ മിസ്സിൻ്റെ ചാനലിലായിരിക്കും അടുത്തത് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി മാറി മാറിയാണ് ഈ ഒരു സീരീസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ മെയ്യിലേക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അത് ഞാനാണെങ്കിലും ആര്യ മിസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ഒത്തിരിയും ടൈം ഞങ്ങൾക്ക് ഒത്തിരിയും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ വരുമ്പോൾ ക്ലാസ്സിന് ലാഗ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആര്യ മിസ്സും ഞാനും കൂടി ഇങ്ങനെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഈ മെയ്യിലെ കറണ്ട് അഫയേഴ്സ് കണ്ടു. നിങ്ങൾ വേണ്ടത് എഴുതിയെടുക്കണം എന്നില്ല, നിങ്ങൾക്ക് അതിന് നമ്മളൊരു എളുപ്പവിദ്യ പറഞ്ഞു തരാം. മെയ്യിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ മെയ്യിലെ കറണ്ട് അഫയേഴ്സിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പ് ഉള്ളത് അറിയത്തില്ലാത്തവർ കാണും. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പറയാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് കിട്ടും. ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ളിടത്ത് ഈ ഒരു PDF കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സേവ് ചെയ്തെടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് വയ്ക്കുകയോ പ്രിൻ്റ് എടുക്കുകയോ എന്താ വെച്ചാൽ ചെയ്യാം. അപ്പം അങ്ങനെ കിട്ടും. ഇനി ജൂണിലെ ആണെങ്കിൽ ഫ്രണ്ട്ലി PSCയുടെ ആപ്പ് എടുക്കുക, അതിൽ നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് മെയ് 2024 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ആപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടി ഓർത്തത്. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എന്ന്. ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടും. അപ്പോൾ ആ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന് പേജ് ഉണ്ട്, അതും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതും നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്ലാസ്, സെക്രട്ടേറിയറ്റ് OAയുടെ ക്ലാസ്, PSC ഫൗണ്ടേഷൻ്റെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് അറിയണമെങ്കിലോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ 8086137962 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ്. ഞായറാഴ്ച റിപ്ലൈ കിട്ടത്തില്ല, അവധി ദിവസമാണ്. മൺഡേ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ സാറ്റർഡേ അല്ലേ, മൺഡേ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ റിപ്ലൈ കിട്ടിയില്ല എന്നോർത്താരും വിഷമിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിതാ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ദേശീയ തലത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സോർട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. ഇതിന്റെ PDF നോട്ട്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ, നോക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 26ാമത് നാവികസേന മേധാവിയായി ചുമതലയേറ്റത് ആര്? ഇന്ത്യയുടെ 26ാമത് നാവികസേന മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഓക്കെ, അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. അപ്പം അതിനെ ബേസ് ചെയ്ത പത്രവാർത്തകളിൽ വന്ന ഒരു വാർത്ത ഞാൻ കട്ട് ചെയ്തിട്ടതാണ്.
ആർ ഹരികുമാർ ആയിരുന്നു ഇതിനു മുമ്പ് നാവികസേന മേധാവി. ആർ ഹരികുമാർ വിരമിച്ചു. ദിനേശ് കുമാർ ത്രിപാഠി പുതിയ നാവികസേന മേധാവി. ഓക്കെ, ഇതാണ് ആര്? ദിനേശ് കുമാർ. നിങ്ങളുടെ മെമ്മറിയിലേക്ക് നിൽക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഇന്ത്യൻ നാവികസേന മേധാവി സ്ഥാനത്ത് നിന്ന് മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാർ വിരമിച്ചു. വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് പുതിയ നാവികസേന മേധാവി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാങ്കാസന്തുറൈ തുറമുഖം. ശ്രീലങ്കയിലെ കാങ്കാസന്തുറൈ തുറമുഖ നവീകരണത്തിന്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് നമ്മുടെ മാതൃരാജ്യമായിട്ടുള്ള ഇന്ത്യയാണ്. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത് ഇന്ത്യൻ വനിത. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത് ഇന്ത്യൻ വനിതയാണ് ആർ വൈശാലി. ഓക്കെ, പ്രജ്ഞാനന്ദയുടെ സിസ്റ്റർ ആണെന്നുള്ളത് നമുക്ക് അറിയാം. സി, ആർ വൈശാലി ബിക്കംസ് ഇന്ത്യസ് തേർഡ് ഫീമെയിൽ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഇത് ഹിന്ദുവിൽ വന്നൊരു ന്യൂസ് ആയിരുന്നു. വൈശാലി ഈസ് ഇൻ ദ ഫസ്റ്റ് ഫ്രം ഹെർ ഫാമിലി ടു ബിക്കം ദ ഗ്രാൻഡ് മാസ്റ്റർ, ദോ her younger brother R. Pragnananda had got the GM title, അതായത് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ ഇൻ 2018 when he was just 12. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ വൈശാലിയുടെയും പ്രജ്ഞാനന്ദയുടെ ഒരു പിക്ചർ നിങ്ങളിലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി തന്നതാണ്. ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആർ വൈശാലി, പ്രജ്ഞാനന്ദ ആൻഡ് വിത്ത് ഇറ്റ് ഇൻ ന്യൂഡൽഹി. ഒരു ഫയലാണത്. Then next, സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? പ്രഭാവർമ്മ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ ചലച്ചിത്ര പുരസ്കാരം നേടിയ നടനാണ് രാഘവൻ. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ ചലച്ചിത്ര പുരസ്കാരം നേടിയ നടിയാണ് ഷീല. അപ്പൊ സത്യജിത് റേ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ഒരു ചെറിയ പത്രവാർത്തയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരവും സാഹിത്യ പുരസ്കാരവും ഗോൾഡൻ ആർക്ക് ഫിലിം പുരസ്കാരവും ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം പുരസ്കാരങ്ങളും ശനിയാഴ്ച തിരുവനന്തപുരം AKG ഹാളിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചു. കവി പ്രഭാവർമ്മയ്ക്കാണ് സാഹിത്യ പുരസ്കാരം, നടി ഷീലയ്ക്കാണ് ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ്. അപ്പൊ പുരസ്കാരം നൽകുന്നതിന്റെ ഒരു ചടങ്ങ് നമ്മള് അതിലിട്ടു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനം. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് FWD-200B. ഇന്ത്യസ് ഫസ്റ്റ് അൺമാൻഡ് ബോംബർ എയർക്രാഫ്റ്റ് FWD-200B ടേക്സ് വിങ്. ദെൻ നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും വലിയ അംഗീകാരമായ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ പ്രശസ്ത എഴുത്തുകാരനാണ് ആര്? റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ടിന്റേതായിട്ടുള്ള കുറെ കൃതികളൊക്കെ നമ്മൾ സ്കൂൾ ലെവലിലെ പഠിച്ചിട്ടുള്ളതാണ്. റസ്കിൻ ബോണ്ട് റിസീവ് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ഓണർ. ഒരു ഹിന്ദു ന്യൂസ് പേപ്പറിൽ ന്യൂസ് ആണ് കേട്ടോ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ആര്? ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയാണ് ഗോപി തോട്ടക്കൂറ. ഓക്കെ, ഗോപി തോട്ടക്കൂറ. അപ്പൊ ഇദ്ദേഹം ഒരു ആന്ധ്ര സ്വദേശിയാണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാക്കാൻ ഒരുങ്ങി ആന്ധ്ര സ്വദേശി ഇദ്ദേഹമാണ് ആര്? ഗോപി തോട്ടക്കൂറ. ശതകോടീശ്വരൻ ജെഫ് ബെസോസിന്റെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ബ്ലൂ ഒറിജിന്റെ NS-25 ദൗത്യത്തിലുള്ള 6 വൈമാനികരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആന്ധ്ര സ്വദേശിയും 30-കാരനായ ഗോപി തോട്ടക്കൂറയും ബ്ലൂ ഒറിജിന്റെ ഭാഗമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നെക്സ്റ്റ്, UN-ന്റെ ഉന്നത പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥ ആര് എന്നുള്ളതാണ്. UN-ന്റെ ഉന്നത പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥയാണ് മേജർ രാധിക സെൻ. Major Radhika Sen to receive prestigious 2023 UN Military Gender Advocate of the Year Award. Then 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു വി സാംസൺ. 2024 2020 ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ്. നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടതാണ്. ഓക്കെ, ദെൻ 2024 2020 ലോകകപ്പിനുള്ള മത്സരക്രമം പുറത്ത്. ജൂൺ 1 ടൂർണമെന്റ്. നമ്മൾ പറയുന്നത് മെയ്യിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. 2024 ലോറസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാര ജേതാവാണ് ഐറ്റിന ബോൺമാറ്റി. ഓക്കെ, ഐറ്റിന ബോൺമാറ്റി.
ദെൻ 2024 ലോറസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് നൊവാക് ജോക്കോവിച്ച്. 2023-24 ISL ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ FC. 2024 ലോക പാരാ അത്ലറ്റിക്സിന്റെ വേദി ആണ് ജപ്പാനിലെ കോബെ. ഓക്കെ, കോബെ ജപ്പാനിലാണ് 2024 പാരാ അത്ലറ്റിക്സിന്റെ വേദി. ദെൻ നെക്സ്റ്റ് പാരാ അത്ലറ്റിക്സിന്റെ ഒരു ചെറിയ ഇതാണ്. അമേരിക്കൻ താരം ബ്രെന്ന ക്ലാർക്കിന്റെ റെക്കോർഡാണ് ദീപ്തി തകർത്തത്. കോബെ ജപ്പാൻ ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗം ഓട്ടത്തിൽ ഇന്ത്യയുടെ ദീപ്തി ജിവൻജി 55.07 സെക്കൻഡിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടി. ദെൻ ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ T20 വിഭാഗം 400 മീറ്റർ ഓട്ടത്തിൽ ലോക റെക്കോർഡ് കുറിച്ച ഇന്ത്യൻ കായിക താരമാണ് ദീപ്തി ജിവൻജി. ഇതൊക്കെ പഠിക്കണം. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 200 മീറ്റർ T35 റേസ് ഇനങ്ങളിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് പ്രീതി പാൽ. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ട് F46 വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം സച്ചിൻ സർജേറാവു ഖിലാരി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം, അതായത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ മെയ്യിൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമാണ് സുനിൽ ഛേത്രി. 2027 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ PSC ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ ഇന്റർനാഷണൽ ന്യൂസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ കഴിഞ്ഞു, സ്പോർട്സ് കഴിഞ്ഞു, മെയിലെ ഇന്റർനാഷണൽ ന്യൂസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുവാണ്. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. നമുക്കറിയാം വോൾക്കാനോ ഇറപ്ഷൻസ് നടന്ന ഒരു അഗ്നിപർവ്വതമായിരുന്നു ഏത്? റുവാങ്. ഇന്തോനേഷ്യ വോൾക്കാനോ ഇറപ്ഷൻസ് ഫോഴ്സ് thousands to evacuate as airlines cancel flights എന്ന് പറഞ്ഞ ന്യൂസ് ഒക്കെ നമ്മൾ ഹിന്ദുവിലും മറ്റും കണ്ടതാണ്. ഇതിപ്പോ CNN ന്യൂസ് ആണ് ഞാൻ ഇവിടെ കോപ്പി ചെയ്തിരിക്കുന്നത്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം ഫ്രാൻസിലെ സ്ട്രോസ്ബർഗ് ആണ്. നിങ്ങൾ വായിച്ചതായിരിക്കും. മനുഷ്യരുമായി സ്റ്റാർലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ഓക്കെ, മനുഷ്യരുമായി സ്റ്റാർലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ചിലി. ഭൂമിക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന ചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിക്കാൻ ചൈന അയച്ച പേടകമാണ് ചാങ്ഗെ 6. ചൈനയുടെ ചാങ്ഗെ 6. ചന്ദ്രനിലേക്ക് പേടകം വിക്ഷേപിച്ച ചൈന ഹൈനൻ ദ്വീപ് പ്രവിശ്യയിലെ വെൻചാങ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ലോങ് മാർച്ച് 5 YB റോക്കറ്റിൽ വെള്ളിയാഴ്ച ചാങ്ഗി 6 ചാന്ദ്ര പേടകം ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ചു. ചന്ദ്രന്റെ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ദക്ഷിണ ധ്രുവത്തിലായിരിക്കും പേടകം ഇറങ്ങുക. ഇരു ധ്രുവങ്ങളുടെയും വ്യത്യാസങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്ന സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. നെക്സ്റ്റ്, പാകിസ്ഥാന്റെ ആദ്യ ചന്ദ്ര ഉപഗ്രഹമാണ് ഐക്യൂബ് ഖമർ. ഓക്കെ, ഐക്യൂബ് ഖമർ ആണ് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഐക്യൂബ് ഖമർ ആണ്. യുനെസ്കോയുടെ ഈ വർഷത്തെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരത്തിന് അർഹരായത് ഗസ വംശഹത്യ റിപ്പോർട്ട് ചെയ്ത എല്ലാ ഫലസ്തീൻ മാധ്യമ പ്രവർത്തകരുമാണ് യുനെസ്കോയുടെ 2024 വർഷത്തെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരത്തിന് അർഹരായത്. ദെൻ അത് റിപ്പോർട്ട് ചെയ്തതാണ് 2024 യുനെസ്കോ പ്രസ് ഫ്രീഡം പ്രസ് ജേതാക്കളായി ഗാസയെ കവർ ചെയ്യുന്ന ഫലസ്തീൻ മാധ്യമ പ്രവർത്തകരെ തിരഞ്ഞെടുത്തു. മാധ്യമ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര ജൂറിയാണ് ജൂറിയുടെ ശുപാർശ പ്രകാരമാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. ഇപ്പൊ ഗാസയിലെ അതിന്റെ ബ്യൂറോ ചീഫായ വെയിൽ അൽ ദഹ്ദൂർ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തില് ഫലസ്തീനിൽ നിന്നുള്ള ഒരു അൽ ജസീറ പത്രപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പിക്ചറാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, കപ്പൽ തകർക്കുന്ന ബോംബാണ് ടോർപിഡോ. ടോർപിഡോ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ചിരിക്കുന്ന സംവിധാനമാണ് മാരിജ്. കപ്പലുകളെ തകർക്കുന്ന ബോംബുകൾ കണ്ടെത്തും, വഴിതെറ്റിക്കും മാരിജ് നാവികസേനയ്ക്ക് കൈമാറി കെൽട്രോൺ. ഈ കാണിക്കുന്നതാണ് എന്താ? മാരിജ്. ഇതാണ് മാരിജ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റീത്ത ഷെർപ്പ. നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഒരിക്കൽ കൂടി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ. എവറസ്റ്റ് മനുഷ്യൻ, ഓർത്തു വെച്ചേക്കണേ, എവറസ്റ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? എവറസ്റ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്ന കാമി റീത്ത. ഇത് 29ാം തവണയാണ് എവറസ്റ്റ് കീഴടക്കുന്നത്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യമാണ്
അമേരിക്ക സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നവയിൽ ഇന്ത്യയുടെ സ്ഥാനം 4 അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി-2. ഓർത്തു വെച്ചേക്കണേ, മൈത്രി-2 ആണ് അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ 2ാമത്തെ പര്യവേഷണ കേന്ദ്രം. India to convey its plans to build a new research station in Antarctica at Antarctica Treaty Consultative Meeting. ഇത് വന്നൊരു ന്യൂസ് ആണ്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ജീവിത നിലവാരം ഏറ്റവും ഉയർന്നവെന്ന് പറഞ്ഞാല് ഫ്രാൻസിലെ ഗ്രനോബിൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് 2024 ആണിത്. 2024 മെയ് മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ ചുഴലിക്കാറ്റാണ് റിമാൽ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം എന്ന് പറയുന്നത് ഒമാനാണ്. ഓർത്തു വെച്ചേക്കുക. ദെൻ ബംഗാളിലും ബംഗ്ലാദേശിലും ആഞ്ഞടിച്ച റിമാൽ ചുഴലിക്കാറ്റ് സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീട് എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്നൊരു ന്യൂസ് ആണ്. റിമാൽ ചുഴലിക്കാറ്റിന്റെ ഒരു ന്യൂസ് ആണത്. ഓക്കെ, ഇനി നമ്മുടെ കേരളത്തിലെ മെയിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എന്താ? ശലഭം പദ്ധതി ആരംഭിക്കുന്നവ 2012 കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനത്തിന് പൊതു ഇടമായി ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നിടം പദ്ധതി. ഓക്കെ, കേരളാസ് കുടുംബശ്രീ ടു സെറ്റ് അറ്റ് സോഷ്യോ കൾച്ചറൽ ഫോറം എന്നിടം ഇൻ ഈസ്റ്റ് വാർഡ്. അപ്പൊ എന്നിടത്തിന്റെ ഒരു ഒക്കേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ഡിമൻഷ്യ ബാധിതരെ സംരക്ഷിക്കാൻ സർക്കാർ സഹായത്താൽ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ പകൽ വീടുകൾ ഒരുങ്ങുന്ന പദ്ധതി അറിയപ്പെടുന്നതാണ് ഓർമ്മത്തോണി. ഇതുപോലുള്ള പദ്ധതികൾ നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ യു മസ്റ്റ് സ്റ്റഡി ഇറ്റ്. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് മത്സരത്തിൽ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ സ്ഥലമാണ് കാന്തല്ലൂര്. ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൂറിസം ദിനത്തിൽ അഭിമാന നേട്ടം. കാന്തല്ലൂർ രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജ്. ലോക ടൂറിസം ദിനത്തിൽ അഭിമാന നേട്ടവുമായി കേരളം. കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ടൂറിസം പുരസ്കാരത്തിന് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ അർഹമായി. രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് അവാർഡാണ് കാന്തല്ലൂരിന് ലഭിച്ചിരിക്കുന്നത്. കേരള മാതൃക അംഗീകരിക്കപ്പെടുന്നത് അഭിമാനകരമാണെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ദെൻ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി വിമാനത്താവളം. ഓക്കെ, ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി വിമാനത്താവളം. ഇനി ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ്. കൽപ്പറ്റ ആസ്ഥാനമായുള്ള പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് 2024 ഏർപ്പെടുത്തിയ പത്മപ്രഭ പുരസ്കാരത്തിന് എഴുത്തുകാരനും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിനെ തിരഞ്ഞെടുത്തു. 75,000 രൂപ പണവും വിലയേറിയ കല്ലുകൾ പതിച്ച മൊമെന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. എഴുത്തുകാരായ NS മാധവൻ, കൽപ്പറ്റ നാരായണൻ, നിരൂപക ശാരദക്കുട്ടി എന്നിവരടങ്ങുന്നതാണ് ജൂറി. ദെൻ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണിയാണ്. KP രാമനുണ്ണിയെ അതിന് അർഹനാക്കിയ കൃതിയാണ് ഹൈന്ദവം. ഓർത്തു വെച്ചേക്കണം കേട്ടോ. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം KP രാമനുണ്ണിക്ക്, കൃതി ഹൈന്ദവം. SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം KP രാമനുണ്ണിക്ക്. ഇതാണ് KP രാമനുണ്ണി. ഹൈന്ദവം എന്ന കൃതിയാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യൻ സാഹിത്യരംഗത്തെ സംഭാവനകൾക്കും മികവിനുമുള്ള ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ പരമോന്നത ബഹുമതിയായ സമഗ്ര സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് M മുകുന്ദൻ. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം പഠിച്ചു വെച്ചേക്കണം. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് KR മീരയാണ് കേട്ടോ. മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം 25,000 രൂപ KR മീരയ്ക്ക്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം നേടുന്ന എയർപോർട്ടാണ് തിരുവനന്തപുരം എയർപോർട്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അഭിമാനകരമായ അംഗീകാരം. ഈ അംഗീകാരം നേടുന്ന ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഒന്നാമതാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ CIITC-യുടെ അതായത് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ പുരസ്കാരം
തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുന്ന വിമാനത്താവളമാണ് ഇത്, തിരുവനന്തപുരം വിമാനത്താവളം. നെക്സ്റ്റ്, ചട്ടമ്പി സ്വാമിയുടെ സമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ചട്ടമ്പി സ്വാമിയുടെ 25 അടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ? അനാച്ഛാദനം ചെയ്ത് എവിടെയാണ്? ആലപ്പുഴയില് വള്ളികുന്നം ആണ്. ചട്ടമ്പി സ്വാമിയുടെ പ്രതിമ അനാവരണം ഇന്ന് മെയ്യിലെ വാർത്തയാണ് കേട്ടോ. ചട്ടമ്പി സ്വാമിയുടെ സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി വിദ്യാധിരാജ ഇന്റർനാഷണൽ വള്ളികുന്നം വിദ്യാധിരാജപുരത്ത് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമിയുടെ 25 അടി ഉയരമുള്ള പ്രതിമ. കാരണം ചട്ടമ്പി സ്വാമി PSCക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ്. തീർച്ചയായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയേക്കാം. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിൽ ജീവിത നിലവാരം ഏറ്റവും ഉയർന്നത് കേരളത്തിലെ 4 നഗരങ്ങളാണ്. ആ 4 നഗരങ്ങളാണ് തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കൊച്ചി. മികച്ച ജീവിത നിലവാരം വൻ നഗരങ്ങളെ പിന്തള്ളി കേരളത്തിലെ ഈ 4 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാണ് ന്യൂസ് വന്നിരുന്നത്. അപ്പൊ ന്യൂസ് ഇതായിരുന്നു, ഡൽഹി, മുംബൈ, ചെന്നൈ ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളെക്കാൾ ജീവിക്കാൻ മികച്ചത് തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കൊച്ചി നഗരങ്ങളാണെന്ന് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള മറൈൻ ബയോളജി വിഭാഗത്തിലെ ഗവേഷകർ തമിഴ്നാട്ടിലെ മണ്ഡപം തീർത്ഥമെന്ന് കണ്ടെത്തിയ പുതിയിനം ജലക്കരടിയാണ് ബാറ്റിലിപ്സ് ചന്ദ്രയാനി. കാരണം നമ്മുടെ ചാന്ദ്രയാൻ ദൗത്യത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ബാറ്റിലിപ്സ് ചന്ദ്രയാനി എന്നതിന് പേര് നൽകിയിരിക്കുന്നത്. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം നേടിയ കേരളത്തിലെ എയർപോർട്ടാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്. അയൽക്കൂട്ടം വനിതകളുടെ സാംസ്കാരിക ശാക്തീകരണം ലക്ഷ്യമിട്ട് കുടുംബശ്രീ ഒരുക്കുന്ന പദ്ധതി എന്നിടം. നമ്മൾ മറ്റൊരു രീതിയിലും എന്നിടത്തിന്റെ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന അവാർഡുകളാണ്. ഗ്രീൻ നൊബേൽ അല്ലെങ്കിൽ ഹരിത നൊബേൽ വേണമെങ്കിൽ ചോദിക്കാം. ഗ്രീൻ നൊബേൽ അല്ലെങ്കിൽ ഹരിത നൊബേൽ എന്നറിയപ്പെടുന്നത്, ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് 2024 പുരസ്കാരം ലഭിച്ചത് അലോക് ശുക്ലയ്ക്കാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിവിസ്റ്റ് അലോക് ശുക്ല അവാർഡ് ദ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഹരിത നൊബേൽ എന്നാണ് അറിയപ്പെടുന്നത്. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ചത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആയിട്ടുള്ള ഷെയ്ൻ വാട്സൺ ആണ്. ഷെയ്ൻ വാട്സന്റെ പുസ്തകമാണ് ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ ജ്ഞാനപീഠ ജേതാവാണ് ഒഡിയ എഴുത്തുകാരിയായിട്ടുള്ള പ്രതിഭ റായ്. ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ദുർഗാ പ്രസാദ് ആണ്. 2023 മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ സിനിമയാണ് ഏതാ? ആട്ടം. ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇത് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് നൽകുന്ന 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആർ രാമചന്ദ്രൻ നായർ. ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. ഇത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ആർ രാമചന്ദ്രൻ നായർക്ക്. ടൈംസ് ഹയർ എഡ്യൂക്കേഷന്റെ യങ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തിയ യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം നൽകി വരുന്ന 3ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡിന് അർഹനായത് MV ജനാർദ്ദനനാണ്. പെരുമലയൻ എന്ന നോവലിനായിരുന്നു അവാർഡ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് MV ജനാർദ്ദന്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന സാഹിത്യ അവാർഡ് പെരുമലയൻ എന്ന നോവലിന്റെ രചയിതാവ് MV ജനാർദ്ദനന്. ഇനി 2024 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനത്തിന് അർഹനായത് ജെന്നി എർ പെൻബെക്ക് ആണ്. നോവല് കൈറോസ്. ആ നോവലിന്റെ പരിഭാഷകനാണ് മൈക്കൽ ഹോഫ്മാൻ. ഓക്കെ, മൈക്കൽ ഹോഫ്മാൻ പഠിച്ചു വെക്കണം കേട്ടോ. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ജർമ്മൻ വിൻ ഫോർ കൈറോസ്. ജർമ്മൻ ഓഥർ ജെന്നി എർപെൻബെക്ക് ആൻഡ് ട്രാൻസ്ലേറ്റർ മൈക്കൽ ഹോഫ്മാൻ അറ്റ് ദ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ഇൻ ലണ്ടൻ. ഇനി നമുക്ക് ചില തീംസ് അല്ലെങ്കിൽ പ്രമേയങ്ങളാണ് നോക്കേണ്ടത്. 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ PS നമ്മളോട് ചോദിക്കാറുണ്ട്. എ പ്രസ് ഫോർ ദി പ്ലാനറ്റ്. പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ മുഖത്ത് പത്രപ്രവർത്തനം. ചിലപ്പോൾ ഇംഗ്ലീഷിൽ തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം, പഠിച്ചു വെക്കണം. എ പ്രസ് ഫോർ ദി പ്ലാനറ്റ്, ജേർണലിസം ഇൻ ദ ഫേസ് ഓഫ് ദി എൻവയോൺമെന്റൽ ക്രൈസിസ് എന്നുള്ളതാണ് 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക നഴ്സസ് ദിനത്തിന്റെ പ്രമേയമാണ് അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ദ ഇക്കണോമിക് പവർ ഓഫ് കെയർ. പഠിക്കണേ. 2024 കോമൺവെൽത്ത് ദിനത്തിന്റെ പ്രമേയമാണ് അവർ റെസിലിയന്റ് കോമൺ ഫ്യൂച്ചർ ട്രാൻസ്ഫോമിംഗ് അവർ കോമൺവെൽത്ത്. ഈ പ്രമേയങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം.
ഇനി മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. ആദ്യം തന്നെ നമുക്കറിയാം മെയ് 1 ലോക തൊഴിലാളി ദിനമാണ് അല്ലെ. പിന്നെ മെയ് 3 പഠിക്കണം, ലോക പത്രസ്വാതന്ത്ര്യ ദിനമാണ്. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് രണ്ടും കണ്ടിട്ടുണ്ട്. ലോക അത്ലറ്റിക്സ് ദിനമായി ആചരിക്കുന്ന മെയ് 7 റെഡ് ക്രോസ് ദിനം PSC നമ്മളോട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, മെയ് 8 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്ന മെയ് 25 ലോക നഴ്സസ് ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മെയ് 12 ദേശീയ ഡെങ്കിപ്പനി ദിനം, ദേശീയ എന്നൊക്കെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ദേശീയ ഡെങ്കിപ്പനി ദിനം മെയ് 16 അന്താരാഷ്ട്ര മ്യൂസിയം ദിനം മെയ് 18 ദേശീയ ഭീകരവിരുദ്ധ ദിനം PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മെയ് 21 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മെയ് 22 കോമൺവെൽത്ത് ദിനം മെയ് 24 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ ദിനങ്ങൾ നമ്മൾ പഠിച്ചതിനകത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് തൊഴിലാളി ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, പത്രസ്വാതന്ത്ര്യ ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, റെഡ് ക്രോസ് ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നഴ്സസ് ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഭീകരവിരുദ്ധ ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, കോമൺവെൽത്ത് ദിനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 7 ക്വസ്റ്റ്യൻസ് ഈ ദിനങ്ങളിൽ തന്നെ നമ്മളോട് പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. സോ നെഗ്ലക്ട് ചെയ്യരുത്, പഠിച്ചോളണം. അപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ PDF ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയപ്പോഴത്തേക്കും ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും, എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ എടുക്കത്തില്ല, ചിലപ്പോൾ ആപ്പ് യൂസ് ചെയ്യാൻ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ ഐ ആം സോറി, നിങ്ങൾ അത് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. നോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് സേവ് ചെയ്ത് എടുക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിനേഷന് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ പത്രം വായിച്ചതിൻ്റെ പേപ്പർ കട്ടിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു PDF ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് പഠിക്കുക. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കറണ്ട് അഫയേഴ്സും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലൊന്നുപോലും നെഗ്ലക്റ്റ് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും ഇത് ഫോളോ ചെയ്യുക. ജൂണിലെ കറണ്ട് അഫയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി PSC, അത് ഞാൻ സൂചിപ്പിച്ചില്ല, ഫ്രണ്ട്ലി PSC ചാനൽ നാളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ 8086137962 എന്ന നമ്പറിൽ വാട്സാപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ, കോൾ ചെയ്യേണ്ട. വാട്സാപ്പ് ചെയ്താൽ മതി, കോൾ ചെയ്താൽ റിപ്ലൈ ഉണ്ടാവില്ല കേട്ടോ. വാട്സാപ്പ് മെസ്സേജ് ആണെങ്കിൽ നമുക്ക് സൗകര്യം അനുസരിച്ച് നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഫീസ് സ്ട്രക്ചർ ഏറ്റവും ലോ ഫീസ് സ്ട്രക്ചറിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കാറ്. ക്ലാസ് കൊള്ളത്തില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ ഇക്കണോമിക്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. കാരണം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഒരു ഏണിങ്സിന് വേണ്ടിയിട്ടാണല്ലേ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം നിങ്ങൾ സ്വയം പര്യാപ്തരല്ല, നിങ്ങൾ വല്ലവരെയും മറ്റുള്ളവരെ, അതായത് ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ പേരൻസിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ചെറിയ ഫീസ് ഇട്ടിട്ട് കോഴ്സ് തരുന്നത്, അല്ലാതെ ക്ലാസ് ഒട്ടും മോശമായതുകൊണ്ട് അല്ല കേട്ടോ. അപ്പം വേണമെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. സൺഡേ റിപ്ലൈ കിട്ടില്ല, മൺഡേ ഇനി റിപ്ലൈ കിട്ടുള്ളൂ. ഇപ്പോൾ സൺഡേ റിപ്ലൈ കിട്ടിയില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്